നിങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഇവിടെ മിലിറ്ററി ഉണ്ടായിരുന്നില്ലേ? ഇത് വെറൊരു പാകിസ്ഥാനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് പാകിസ്ഥാൻ തന്നെയാണ് സംഭവിച്ചു. അന്ന് ആരെങ്കിലും ചോദിച്ചിരുന്നു രാഹുൽ ഗാന്ധിയാണ് ഭരിക്കുന്നത്, നിങ്ങൾ രാഹുൽ ഗാന്ധിയോട് പോയി പറ, ഇന്ദിരാഗാന്ധിയോട് പോയി പറ എന്നുള്ളത് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പം എന്തേത് പറയുന്നത്? കം ഹിയർ ആൻഡ് കിൽഡ് അവർ ഇന്നസെന്റ് സിറ്റിസൺസ്, യു വിൽ പേ ഫോർ ഇറ്റ്. അത് കഴിഞ്ഞിട്ട് മോദിയുടെ പേരെടുത്തിട്ട് പറഞ്ഞിട്ട് മോദിയാണ് നിനക്ക് കാരണം എന്നുള്ളത്. പാകിസ്ഥാൻ ഇവിടെ ആര് ഭരിച്ചാലുണ്ട്? ജാതിയും മതവും പറഞ്ഞുകൊണ്ട് ഇവിടെ വോട്ട് വാങ്ങിക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ആളുകളുണ്ട്. നിങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ. നിങ്ങളെന്തിനാ ഞങ്ങളുടെ കൂടെ? ഈ വാരം ഇന്ത്യയുടെ മനസാക്ഷിയെ മരവിപ്പിച്ച ഒരു ഭീകരാക്രമണം നടന്നു. ഏപ്രിൽ 22-ന് പഹൽഗ്രാമിലെ 26 പേരുടെ ജീവൻ പൊലിഞ്ഞ ഒരു ഭീകരാക്രമണം അതിന് കാശ്മീരിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിൽ ഒരു തീരാനോവായി തന്നെ അവശേഷിക്കും. ദിനങ്ങൾ പിന്നിടുമ്പോൾ ഇരു രാജ്യങ്ങളും നയതന്ത്ര പോരിലേക്ക് കടക്കുകയാണ്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം സംസാരിക്കാനുള്ളത് മേജർ രവിയാണ്. സർ, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ഇന്ത്യ എടുക്കുന്ന തീരുമാനങ്ങൾ, അഥവാ പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യ എടുക്കുന്ന അതേ നയതന്ത്ര തീരുമാനങ്ങൾ തന്നെ പാകിസ്ഥാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യ എങ്ങനെയായിരിക്കും ബാധിക്കുക? പാകിസ്ഥാൻ എടുക്കുന്ന നയതന്ത്രം എന്താണെന്നുള്ളത് ഞാനൊരു ഇന്ത്യക്കാരനായിട്ടുള്ള നിലയ്ക്ക് എനിക്കത് ഐ ആം നോട്ട് കൺസേൺ അബൌട്ട് ദാറ്റ്. ബിക്കോസ് പാകിസ്ഥാൻ എന്ത് നയതന്ത്രം എടുത്തു കഴിഞ്ഞാലും അത് ഇന്ത്യയുടെ തന്ത്രങ്ങളുടെ ഒരു 10% കൂടെ അടുത്ത് വരാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ഒരു രാജ്യമാണെന്നുള്ള ഒരു പ്രൂവ് ചെയ്തത്. അത് എക്കണോമിക്കലി ആണെങ്കിലും ഫൈനാൻഷ്യൽ ഇന്നത്തെ അവരുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തം രാജ്യത്തിന് ഭക്ഷണം കൊടുക്കാൻ പോലുള്ള കഴിവില്ലാത്തവരാണ്. ആ സമയത്ത് ദേ കനോട്ട് അഫോർഡ് ടു സ്പെൻഡ് മണി ഫോർ എ വാർ. അപ്പോൾ ഈ പറച്ചിലൊക്കെ അവരിന്നും പണ്ടും ഈ വീരവാദം ഇളക്കാൻ അവർക്ക് യാതൊരു കുറവുമില്ല. അപ്പം അതിനെക്കുറിച്ചിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നയതന്ത്രമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. നമ്മളെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അതിപ്പം നിങ്ങൾക്ക് പോലും അറിയില്ല എന്താണ് ചെയ്യുന്നത്. അപ്പോൾ വി ആർ ഡൂയിങ് ഇറ്റ്. നിങ്ങൾ കേട്ടിട്ടുള്ളൊരു സിന്ധു നദി ജലതർക്കം, അത് നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത് ഇവിടെ പലരും പറഞ്ഞു അവരെങ്ങനെയാണ് വെള്ളം കൊടുക്കാതെ. ഒന്നാമത്തത് ഈ സിന്ധു നദി കരാറെന്ന് പറയുന്നതൊക്കെ പെട്ടെന്ന് നടക്കുന്നൊരു സംഭവം എന്നല്ല. അത് ഒരു നദിയിലെ വെള്ളം നിങ്ങൾക്ക് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഇത് വീട്ടിൽ പിള്ളേർ മഴവെള്ളത്തിൽ കളിക്കുന്ന പോലുള്ള കളിയല്ല. അത് ചെറിയൊരു തീപ്പെട്ടിക്കോലി വെച്ച് അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തു വെള്ളം മറ്റിടത്ത് പോയി. നോ, ഇതിന് കുറച്ച് സമയമെടുക്കും. കാരണം ഈ നദിയിലത്തെ വെള്ളത്തിനെ അങ്ങോട്ട് പോകുന്നതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പല സ്ഥലങ്ങളിൽ ഇന്ത്യയിലോട്ട് തന്നെ തിരിച്ചു വിടണമെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം. ചില ഡാമുകളിലോട്ട് റീറൂട്ട് ചെയ്യണം. ഒക്കെ ഓൾറെഡി റൂട്ടെല്ലാം ഉണ്ടെങ്കിൽ പോലും അതിന് സമയമെടുക്കും. സോ അതൊക്കെ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് വെള്ളം കൊടുക്കരുത്, ഇവിടെ ക്രിറ്റിസിസം ഞാൻ പലയിടത്തും കാണുന്നതാണ്. ഇങ്ങനെയാണോ ആൾക്കാർ ശല്യം ചെയ്യുന്നത്? എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല. അവർ ചെയ്യുന്ന എല്ലാം കറക്റ്റ്. നിങ്ങൾ ഏത് രാജ്യത്ത് പോയിട്ടും ഏതെങ്കിലും ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളെ കൊല്ലുക, എന്നിട്ട് കൊന്നതിന് ശേഷം അവരെ നമ്മൾ പിടിച്ചിട്ട് ഇൻട്രോഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ക്രിറ്റിസിസം. അതെന്താണ് ആ ക്രിറ്റിസിസം? എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ വെറുതെ മനസ്സമാധാനത്തിലിരിക്കുന്ന ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു വീട്ടിൽ കയറിയിട്ട് ഒരാൾക്കും ഒരു ശല്യം ഇല്ലാതെ ഇരിക്കുകയാണ്, അവരവരുടെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. 10 പേര് അവിടെ കയറിയിട്ടെല്ലാം ആ പിള്ളേരെയൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വെച്ചിട്ട് വെട്ടിക്കൊല്ലുക അല്ലെങ്കിൽ ഇടിക്കാൻ ചെയ്യുന്ന സമയത്ത് അച്ഛൻ റിട്ടാലിയേറ്റ് ചെയ്യും. അതിന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഇത് ചെയ്യാൻ പാടില്ല, അവനെ കവളത്ത് മാത്രമേ അടിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചന്തിക്ക് മാത്രമേ അടിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അവനെ കിട്ടിയത് അടിക്കുവാൻ, അവനെ തലങ്ങ് പൊട്ടിച്ചളയും. സോ ദിസ് ഈസ് വാട്ട് എ കൺട്രീഡിങ് വികാരം. അത് തന്നെയാണ്. അതൊക്കെ തന്നെയാണ് നമ്മൾ നയതന്ത്രമായിട്ട് പറയുക അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക്കൽ മൂവ്മെൻ്റ് എന്ന് പറയുക. ഇത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ശരി, ലോജിക്കില്ല. നിങ്ങൾ മനസ്സമാധാനം കെടുത്തുന്ന ഒരു സംഭവം ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയരുത്. ഇതാണ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അവരിവിടെ വന്നിട്ട് അവരതിനെ സ്പോൺസർ ചെയ്തു. അവർ സ്പോൺസർ ചെയ്യുന്നതിന് അവർക്ക് കാരണമുണ്ട്. കാരണം അവിടെ ഇരിക്കുന്ന ആർമി ചീഫ് എന്ന് പറയുന്നവന് ഇപ്പം അധികാരത്തിൽ കയറണം. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ജനങ്ങളുടെ ഒരു സപ്പോർട്ട് അല്ലേ. ഇന്ത്യയുടെ നമ്മൾ ഇത് ചെയ്തു, നമ്മൾ ഇന്ത്യനെ അത് ചെയ്തു, ഇത് ചെയ്തു, വി ആർ പവർഫുൾ ആൻഡ് എലക്ട് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് അവർ ശരിയല്ല, സോ വി ആർ ടേക്കിംഗ് ഓവർ. ഇതെന്നും പാകിസ്ഥാനിൽ നടന്നിട്ടുള്ളതാണ്. മിലിറ്ററി റൂൾ ടേക്ക് ഓവർ ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബേസിക്കാണ് ഇപ്പോൾ നടക്കുന്നത്. അത് നടന്നു. പക്ഷെ അതിൽ ഇപ്രാവശ്യം ഒരു കളിച്ച കളി എന്ന് പറയുന്നത് അവരുടെ ഒരു പ്ലാനിങ് കറക്റ്റായിരുന്നു.
കാരണം ഇന്ത്യക്കാരായിട്ടുള്ള നമ്മൾ പെട്ടെന്ന് വികാരഭരിതരാവുന്ന ഒരു ഇതാണ് ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞിട്ട്. ഇനിയെങ്കിലും ഈ ഒരു പ്രവണത ആദ്യം മാറ്റണം. ജാതിയും മതവും പറഞ്ഞുകൊണ്ട് ഇവിടെ വോട്ട് വാങ്ങിക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ആളുകളുണ്ട്. നിങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ. നിങ്ങളെന്തിനാണ് ഞങ്ങളുടെ കൂടെ? ഫസ്റ്റ് ഓഫ് ഓൾ അത് പറ. നിങ്ങളെന്തിനാണ് ഒരു പർട്ടിക്കുലർ ആൾക്കാരെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളത്? ആ ഒരു ഫീൽ കൊടുക്കുകയാണ് നിങ്ങളൊക്കെ ഭയങ്കര പ്രശ്നത്തിലാണ്, ഞങ്ങളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും. നിങ്ങളാരായത് ഈ ഓരോ സമുദായത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്പം നിങ്ങളുണ്ടാക്കുന്നൊരു പേടി, ഭയമാണ് ഈ സമൂഹത്തിനകത്ത്. അത് ഹിന്ദു ആണെങ്കിലും ശരി, ക്രിസ്ത്യാനി ആണെങ്കിലും ശരി, മുസ്ലിം ആണെങ്കിലും ശരി, ഇവരുടെയൊക്കെ മനസ്സിൽ നിങ്ങൾ രാഷ്ട്രീയപരമായിട്ടൊരു ഭയം കയറ്റുകയാണ്. ഈ ഭയം തനിക്കോ എനിക്കോ നമ്മൾ റോട്ടിൽ നടക്കുന്ന സമയത്ത് നമുക്ക് ആ ഭയമില്ലല്ലോ. നമ്മൾ എത്രയോ, ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ എത്രയോ മുസ്ലിം സഹോദരന്മാരുടെ കൂടെയാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നതും ജീവിക്കുന്നതും പല കാര്യങ്ങളും ചെയ്യുന്നതല്ല. എനിക്ക് ഒരു ഭയം ഉണ്ടായിട്ടില്ല അവരെന്നെ അത് ചെയ്യും ഇത് ചെയ്യുന്നുള്ളത്. അപ്പം നിങ്ങളായിട്ട് എന്തിനാണ് ഈ ഭയം പറഞ്ഞ് കയറ്റുന്നത്? ഞങ്ങളെ വോട്ട് ചെയ്തിട്ട് കസേരയിൽ ഇരുത്തി കഴിഞ്ഞത് ഇതിവിടെ നടക്കുന്നത് പാകിസ്ഥാനും അറിയാം. അപ്പോൾ ഇപ്രാവശ്യം അവർ കളിച്ചിരിക്കുന്ന കളി എന്ന് പറയുന്നത് ഈ ഒരു കാർഡ് അവർ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇല്ലെങ്കിൽ അവന് ടെററിസ്റ്റുകൾ ഇതിനു മുമ്പ് ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ പോലെ അവിടെ ചെറിയൊരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ട്, കില്ലിങ് നടന്നിട്ടുണ്ട്. അവിടെ നിന്ന് ആരും ചോദിച്ചിട്ടില്ല ഹിന്ദു ആരോ അല്ലെങ്കിൽ ഇതിനകത്ത് പാൻറ്റ് പൊക്കിയോ അല്ലെങ്കിൽ മറ്റത് കാണിച്ചോ, അതല്ല. കൽമ ചൊല്ല് എന്ന് പറഞ്ഞിട്ടാണല്ലോ അവർ ചെയ്തിരിക്കുന്നത്. ഞാൻ ആർദീനെ കണ്ടതാണ്, ആർദീനെ ഞാൻ പോയിട്ട് കണ്ടതാണ്. അപ്പോൾ അവർ പറയുന്നത് വെച്ചെങ്കിൽ ഇത് ചൊല്ലെന്ന് പറയുമ്പം അവർക്ക് കൽമ എന്ന് പോലുള്ള വാക്കുപോലും അവർക്ക് അറിയില്ല. അപ്പോൾ പതാനീയെന്ന്. അപ്പോൾ അവർ വിചാരിച്ച കൽമ അറിയില്ല, ദാറ്റ് മീൻസ് യു ആർ നോട്ട് എ മുസ്ലിം. അങ്ങനെയാണ് രാമേന്ദ്രൻ സാറിനെ കൊല്ലുന്നത്. ഇത് അപ്പോൾ എന്തിനായിരുന്നു അത്? താനായിട്ട് പറയുകയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്ന ഹിന്ദുക്കളെ കൊല്ലാണ്, ഞങ്ങൾ മുസ്ലിങ്ങളെ, ഇന്ത്യയിലത്തെ മുസ്ലിങ്ങളെ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. ഇവിടുത്തെ ഇന്ത്യയിലത്തെ മുസ്ലിങ്ങൾ പാകിസ്ഥാൻ്റെ മുസ്ലിംസിൻ്റെ ഒരു സപ്പോർട്ടും ആവശ്യമില്ല. ഇവിടെ ഇത്രയും കാലം 78 വർഷങ്ങളോളം ആഫ്റ്റർ ദ പാർട്ടീഷൻ 78 വർഷത്തോളം ആവാറായിരിക്കുന്നു. ഇന്നേ വരെ അവരുടെ ആരും സപ്പോർട്ട് ഇവിടെ ആവശ്യമുണ്ടായിട്ടില്ല. പിന്നെ അവിടെ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലോ ഉണ്ടായിരുന്ന ഈ താലിബാനീസൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാൻ വാസ് നോട്ട് എഫക്റ്റിംഗ് അസ്. പക്ഷെ പാകിസ്ഥാനിലുണ്ടായിരുന്ന മുസ്ലിംസ് ഒരിക്കലും ഇന്ത്യൻ മുസ്ലിംസിനെ മുസ്ലിമായിട്ട് കണക്കാക്കിയിട്ടില്ല. ഇതൊക്കെ ഞാൻ എൻ്റെ സിനിമയിൽ കൂടെയൊക്കെ ഞാൻ പലതും പറഞ്ഞ് കാണിച്ചിട്ടുള്ളതാണ്, ഡയലോഗ് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പാകിസ്ഥാനിലെ മുസ്ലിംസ് നിങ്ങളെ ഇന്ത്യൻ മുസ്ലിംസായി കാണില്ല. നിങ്ങളെല്ലാം ഇവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ചു എന്നുള്ള കണക്കാണ് ഞങ്ങളുടെ. ഈ മൈൻഡ് സെറ്റിലാണ് പാകിസ്ഥാൻ പണ്ട് തൊട്ടിട്ട് വന്നിരുന്നത്. അത് ആ കാർഡാണ് ഇവിടെ കളിച്ചിരിക്കുന്നത്. എന്തിന്? എന്നാൽ അതിൻ്റെ പേരിലൂടെ ഹിന്ദു മുസ്ലിം റൈറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളത് ഇത് പലരും ചിന്തിച്ചിട്ടില്ല. ഞാൻ പറയുമ്പോഴാണ് അല്ല അത് കറക്റ്റല്ല, എന്തിനാണ് ഇവരിത് ചോദിച്ചത്? പിന്നീടൊരു വാക്ക് അവിടെ പറഞ്ഞു, നീ പോയി മോദിയോട് പറയാം. ദാറ്റ് മീൻസ് വാട്ട്? ഇത് മിലിറ്റൻസ് മാത്രമല്ല, ഇത് സ്പോൺസേഡ്. അവരുടെ അടുത്ത് ഡയലോഗ് എഴുതി കൊടുത്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ അവിടെ പറയണമെന്നുള്ളത്. പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ അതെന്തായി, അത് സ്പ്രെഡാവും. അപ്പം മോദിയോട് പറയാമെന്ന് പറഞ്ഞു വെച്ചാൽ മോദി കാരണമാണ് ഇതൊക്കെ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത് ഹിന്ദു മുസ്ലിം റിഫ്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഇതിലാർക്കാണ് മോദിയോട് ഭരിക്കുന്നതിൽ പ്രശ്നം? ഇവിടുത്തെ ജനങ്ങൾക്കാണോ അതോ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർക്കാണോ? ആയിരിക്കാം. So who is sponsoring these kind of things to create unrest? Unrest എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വേർഡ് യൂസ് ചെയ്യുന്നത് മനസ്സമത്ത് ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലേ? രാഷ്ട്രീയം കൊണ്ടുവന്ന് കലക്കിയിട്ട് അപ്പോൾ അതിനകത്ത് ടെററിസം കൂടെ ഒരു സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ കൂടെ ചെയ്തു കഴിഞ്ഞാൽ, പാകിസ്ഥാൻ ഇപ്പോൾ പൈസ ആവശ്യമുണ്ട്. അപ്പോൾ ആ പൈസ അവർക്ക് കിട്ടുമ്പോൾ അവർ ഇതുപോലുള്ളത് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ഇത്രയും കാലമായിട്ടും ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഉണ്ടാവായിരുന്നു? 2-3 വർഷമായിട്ട് വളരെ കുറവല്ലായിരുന്നു. സോ ഇതാണ് ഇവിടെ നടക്കുന്നത്. ഈ പുൽവാമ അറ്റാക്ക് എന്ന് പറയുന്നത് ഇതുപോലുള്ളൊരു അജണ്ടയായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് ഒരു വെറൊരു ടെററിസ്റ്റ് അറ്റാക്ക് വന്നു 4 ആൾക്കാരെ കൊന്നുപോയതല്ല. പർപ്പസ്ലി ദേ വാണ്ടഡ് ടു കൺവേ certain noises so that ഇവിടെ രാജ്യത്തിനകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവണം എന്നുള്ളത്. അപ്പോൾ എനിക്കിതൊരു പൊളിറ്റിക്കൽ അജണ്ട പോലെയാണ് കാണുന്നത്. അതിനകത്ത് പാകിസ്ഥാനാണോ ആരാണോ എന്ന് എന്തോ ആയിക്കോട്ടെ. സോ ദാറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. പാകിസ്ഥാൻ്റെ ഡിപ്ലോമാറ്റിക്കൽ പോളിസി എന്താണെന്നുള്ളത് വി ഇന്ത്യൻസ് ആർ നോട്ട് ബോതേർഡ്. യു ഹാവ് കം ഹിയർ ആൻഡ് കിൽഡ് അവർ ഇന്നസെൻറ്റ് സിറ്റിസൻസ്. യു വിൽ പേ ഫോർ ഇറ്റ്. ഇതിന്
ഐ ഡോണ്ട് ഫോളോ ബുദ്ധിസം ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഐ ഡോണ്ട് ഫോളോ ഗാന്ധിസം. എൻ്റെ എന്നുള്ളത് ഒരു ക്ഷത്രിയ മൈൻഡ് സെറ്റാണ്, യോദ്ധാവാണ് ഞാൻ. അതുപോലെ എല്ലാ 140 കോടി ജനങ്ങൾക്കും ഈ മൈൻഡ് സെറ്റ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ എങ്കിലും ഒരു 100 കോടി ജനങ്ങൾ ഇത് കണ്ടിട്ട് കണ്ണീര് ഒലിപ്പിക്കാത്ത ആളുകളില്ല. അറിഞ്ഞോ അറിയാതെ ഇത് കാണുന്ന സമയത്ത് അറിയാതെ കണ്ണ് നിറയുന്നുണ്ട്. അപ്പോൾ അത് കാണുന്ന സമയത്ത് ഇതിലും വലുത് എന്ത് നടന്നിട്ടില്ലെന്ന് വെച്ചാൽ പുൽവാമയിൽ 40 പേര് പോയിട്ടില്ല. പക്ഷെ അവിടെ എന്താ വെച്ചാൽ ഒരു സോൾജേഴ്സ് ആർ ബൗണ്ട് ടു ഫേസ് ഓൾ ദീസ് തിങ്സ്. ഞങ്ങൾ പക്ഷെ പാവപ്പെട്ട കുട്ടികളുടെ മുമ്പിൽ, പേരക്കുട്ടികളുടെ മുമ്പിൽ മുത്തശ്ശന്മാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുത്തശ്ശന്മാരാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്, പേരക്കുട്ടികൾ. ആ കുട്ടികൾ ഇനി ജീവിതകാലം മുഴുവൻ എന്തായിരിക്കും ഇവരുടെ മൈൻഡിൽ കൂടെ പോകുന്നത്? അവരുടെ ട്രോമ എന്ന് പറയുന്നത്. ഇവിടുത്തെ കേസിൽ ആർത്തിയും അച്ഛനും 2 പേരക്കുട്ടികളും കിടക്കുന്ന സമയത്താണ് അച്ഛനെ മാത്രം വന്ന് കൊല്ലുന്നത്. ഇത് എത്രയാണ് ആ സ്ഥലം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു സ്ക്വയർ മീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ 4x4 ഒരു 16 അടിക്കുള്ളിൽ കിടക്കുന്ന സംഭവമാണ് ഇപ്പോൾ ഇതിൽ. ആ കുട്ടികൾ ഈ സൗണ്ട് ക്ലോസ് റേഞ്ചിൽ കേൾക്കില്ലേ, ഒരു AK-47. അതും ഒരാളുടെ തലയ്ക്ക് വെടിവെക്കുന്ന സമയത്തുള്ള ശബ്ദം എന്നുള്ളതും ആ കുട്ടി എന്തായാലും കാണുകയാണത്. ആ കുട്ടികളുടെ ട്രോമ എന്തായിരിക്കും? ഇതിനൊന്നും നിങ്ങൾക്ക് യാതൊരു മേഴ്സിയില്ലേ? പിന്നെന്ത് ഡിപ്ലോമാറ്റിക്കൽ ടോക്ക്? ദറ്റ്സ് നോ ഡിപ്ലോമാറ്റിക്കൽ ടോക്ക്. ഇറ്റ് ഷുഡ് ബി ഹാർഡ് കോർ ടോക്ക്, ദാറ്റ്സ് ഓൾ. People might even criticize Amit Shah ji or Modi ji or Rajnath Singh ji for security lapses. സെക്യൂരിറ്റി ലാപ്സസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ എൻ്റെ കാർഗിൽ യുദ്ധത്തിനകത്തിൽ സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായിരുന്നില്ലേ? ഇതിപ്പോൾ എല്ലാ സമയത്തും നിങ്ങൾക്ക് 100% ടൈമിൽ കംപ്ലീറ്റ് ബൗണ്ട് ചെയ്തിട്ട് റോഡുകൾ മുഴുവൻ ബ്ലോക്ക് ചെയ്ത് ഒരാളെ മൂവ് ചെയ്യാതെ നിർത്തുകയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. നിങ്ങൾക്ക് ഒന്ന് അവിടെ ഫ്രീഡം വേണം. ഈ സമയത്ത് പല സ്ഥലത്തും സെക്യൂരിറ്റി ലാപ്സസ് വരും. അത് സെക്യൂരിറ്റി ലാപ്സ് അല്ലാതെ അതൊന്ന് റിലാക്സ് ചെയ്യുന്ന സമയത്ത് ആ പഴുതിൽ കൂടെ കയറാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ് ഈ മിലിറ്റൻസ് എന്ന് പറയുന്നത്. സോ പക്ഷേ അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങൾ ഈ പറഞ്ഞ പോലെ മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് ആണ്. ഇപ്പോൾ AK-47. അതുപോലെ തന്നെ ഒരു കാശ്മീരിൻ്റെ ലോക്കൽ പീപ്പിൾസിൻ്റെ സപ്പോർട്ട് ഉണ്ടാകാനുള്ള സാധ്യത, അതുപോലെ തന്നെ സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്കൽ അജണ്ട, എന്തൊക്കെയായിരിക്കാം ഈ ഒരു ഇത്രയും ഘടകങ്ങൾ വെച്ച് നോക്കുമ്പോൾ പറയാൻ സാധിക്കുക? എനിക്ക് കിട്ടിയ ഇൻഫർമേഷനിൽ അവിടെ ഇവരുടെ ഈ അണ്ടർ കവർ മിലിറ്റൻസിൻ്റെ കുറേ സ്ലീപ്പിംഗ് സെൽസ് ഉണ്ട്. അത് എന്ത് തന്നെയാലും അത് ഇറ്റ് വിൽ ടേക്ക് ടൈം. കാരണം ഈ തലയ്ക്കകത്ത് മതഭ്രാന്ത് കയറ്റി വെച്ചിരിക്കുന്ന കുറേ എണ്ണമുണ്ട്. ഇവന്മാർ ഇപ്പോഴും ആ ഒരു മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ അവരുടെ ലോക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഫുൾ ലോക്കൽ ഉണ്ടാവില്ല. മര്യാദയ്ക്ക് അധ്വാനിച്ച് ജീവിക്കുന്നവർക്ക് ഈ ലോക്കൽസ് അവർക്ക് ഒരിക്കലും മിലിറ്റൻസിനെ സപ്പോർട്ട് ചെയ്യില്ല. നേരെ മറിച്ച് ഇവരുടേതായിട്ടുള്ള ആളുകൾ ചിലപ്പം പോണി റൈഡേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ചില സഫായി വാലാസ് ആയിരിക്കാം. ഇങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കുന്ന ലോക്കൽസ് ഉണ്ട് എന്നുള്ളത് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവർക്കുള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെയാണ് ഇപ്പോൾ ഈ ഇൻട്രോഗേഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിനെപ്പോലും ക്രിറ്റിസിസമാണ് വരുന്നത്. അവരെങ്ങനെയാണ് അടിക്കാൻ പോയത്, എന്തിനടിച്ചു, എങ്ങനെ അടിച്ചിട്ടാണ് ചോദിക്കുന്നത്. അത് ശരി, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിച്ചിട്ട് വെടിവെച്ച് കൊല്ലാൻ നിങ്ങൾക്ക് പെർമിഷൻ ഉണ്ടെങ്കിൽ, അപ്പോൾ ലോക്കൽസിൻ്റെ അവിടെ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ അത് വൈഡ് സ്പെക്ട്രത്തിലല്ല. ചില പോക്കറ്റുകളിലുള്ള ആളുകൾ അത് എവിടെയും കാണും. നമ്മുടെ കേരളത്തിലും കാണും. ആൻറ്റി നാഷണലായിട്ടുള്ള പൊളിറ്റിക്കൽ അജണ്ട എന്ന് പറയുന്നത് അതിൻ്റെയാണ് കണക്ഷൻ നമ്മൾ പിടിക്കേണ്ടത്. ഹൂ ഹാസ് ഡൺ ഈ ഒരു ഡയലോഗ് പറയാനും ഇതിൻ്റെയൊക്കെ ബ്രെയിൻ പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ട് ഇറ്റ് വിൽ നോട്ട് കം ലൈക്ക് ദാറ്റ്. ഇത് ഇൻ്റർനാഷണലി നമ്മളെ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി നടക്കുന്ന സോറോസിനെ പോലുള്ളവരും, അല്ലെങ്കിൽ 2-3 ഉണ്ടല്ലോ, ഞാനിപ്പോൾ പേരെടുത്ത് പറയുന്നില്ല, ഇവന്മാരെല്ലാം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കിടക്കുകയാണ്. അവർ സ്പോൺസർ ചെയ്തിട്ടുള്ള ചില ചാനലുകാരുണ്ട്. ഇന്ത്യയിലെ സമാധാനം കെടുത്താൻ വേണ്ടി ഇവർ പലതും ഡോക്യുമെൻ്ററീസ് ചെയ്തിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇതെല്ലാം ഒരു പ്ലാൻഡ് അറ്റാക്ക് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അല്ല വെറുതെ വന്നിട്ട് എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ സമയത്ത് അതിന് പ്രസക്തിയില്ല അവിടെ. പിന്നെ അതും ചെയ്തിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ടൂറിസം ഇപ്പോൾ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്തും അത് അമർനാഥ് യാത്ര തുടങ്ങുന്ന സമയത്ത് അതേ റൂട്ടിലാണ് ഇപ്പോൾ ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് ജോപ്പറൈസിലെ ഒരു അറ്റാക്കിൽ ഇനിയിപ്പോൾ ഈ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ പെട്ടെന്നൊന്നും നടക്കില്ല. കാരണം ഇപ്പം അവർക്കറിയാം ഓടി ഒളിക്കുക, ബേസിക്കലി ഭീരുക്കൾ. അപ്പം അതുകൊണ്ട് ഇപ്പം നമുക്കിനി ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ കാശ്മീരിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്ന എന്താണ്, കുറേ പട്ടാളം ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ പോണ്ടേന്ന് ഒരു പ്രശ്നമില്ല, പോയാലും ലൈഫ് നോർമലാണ്. ഇപ്പം
പക്ഷേ ഇത് നടക്കുന്ന സമയത്ത് പോലും അവിടെ ലൈഫ് നോർമലായിരുന്നില്ലേ? എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്നു കുറച്ച് ആൾക്കാരെ വെടിവെച്ച് കൊന്നു, അവരങ്ങ് പോയി. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അജണ്ട എവിടെ നിന്ന് വന്നാലും ശരി, ആ അജണ്ട ഹാസ് ടു ബി ഐഡൻറ്റിഫൈഡ്. ഇത് വെറൊരു പാകിസ്ഥാനെ മാത്രം കുറ്റം പറഞ്ഞിട്ട്, പാകിസ്ഥാൻ തന്നെയാണ് സമ്മതിച്ചു. പക്ഷെ നിങ്ങൾക്ക് ആര് പറഞ്ഞു ഇങ്ങനെയുള്ള ഈ ഐഡിയാസൊക്കെ? ഈ ഒരു വാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യാൻ പറ്റും, രണ്ട് മതക്കാരെ തമ്മിൽ അടുപ്പിക്കാൻ പറ്റും, ഇതിൻ്റെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. ഈ ഐഡിയ നിങ്ങൾക്ക് ആരാ പറഞ്ഞതെന്ന്? അത് കഴിഞ്ഞിട്ട് മോദിയുടെ പേരെടുത്തിട്ട് പറഞ്ഞിട്ട് മോദിയാണ് ഇതിനൊക്കെ കാരണം എന്നുള്ളത്. പാകിസ്ഥാൻ ഇവിടെ ആര് ഭരിച്ചാലെന്താ? നിങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഇവിടെ മിലിറ്റൻസി ഉണ്ടായിരുന്നില്ലേ? അന്ന് ആരെങ്കിലും ചോദിച്ചിരുന്നോ രാഹുൽ ഗാന്ധിയാണ് ഭരിക്കുന്നത്, നിങ്ങൾ രാഹുൽ ഗാന്ധിയോട് പോയി പറ, ഇന്ദിരാഗാന്ധിയോട് പോയി പറ എന്നുള്ളത് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പം എന്തേത് പറയുന്നത്? സോ ഇതൊരു വേറെ ഏതോ ഒരു ലെവലിൽ പോകുന്നൊരു മിലിറ്റൻസി അറ്റാക്കാണ് ഇപ്പോൾ ഈ നടന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വിഷയത്തിന് ശേഷം ഇപ്പം നമ്മൾ ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്ന് ഒരു സർവകക്ഷി യോഗം ചേരുന്നു. അതിനുശേഷം ഒരു തിരിച്ചടിക്കായിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു തോട്ടിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുമോ? നിങ്ങൾ എന്ത് തോട്ടിൽ, നിങ്ങൾ സർവകക്ഷിക്കകത്തും ചില ഡയലോഗുകൾ, വാദ്രയുടെ ഡയലോഗ് എന്തായിരുന്നു, മറ്റൊരു അതൊന്നും പറയില്ല മക്കളെ. നിങ്ങളുടെ മനസ്സിനകത്ത് എന്താണെന്നുള്ള സർവകക്ഷി യോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ നിങ്ങളൊക്കെ ഇടിക്കും. കാരണം നിങ്ങൾ രാജ്യത്തിന് കൂടെ നിന്നില്ലെങ്കിൽ, ഏത് പാർട്ടിയാണെങ്കിലും ശരി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സർവകക്ഷി യോഗം ചെയ്ത് എന്ത് വേണമെങ്കിലും ചെയ്തോ, അതെല്ലാം ഓക്കെ. പക്ഷെ അതിൻ്റെ ഇടയിലും കൂടെ ഈ കുത്തിത്തിരിപ്പ് എന്തിനാണ്? നിങ്ങളെ കുറച്ച് ലീഡേഴ്സ് ചില ഡയലോഗുകളൊക്കെ പറഞ്ഞല്ലോ അവിടെ. ഞാൻ അവരൊന്നും പേരുപ്പെടുത്ത് പറയുന്നില്ല, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കില്ല. അറ്റ്ലീസ്റ്റ് നൗ സിൻസിയറായിട്ട് ഇപ്പം മരിച്ചിട്ടുള്ളവർ വീട്ടിൽ വന്നിട്ട് കണ്ണീര് ഒലിപ്പിക്കുക അല്ലെങ്കിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മാത്രം നിങ്ങളുടെ സിൻസിയറിറ്റി ഹാസ് ടു ബി ക്വസ്റ്റ്യൻഡ്. വൈ? ബിക്കോസ് അത് കഴിഞ്ഞിട്ടും പിന്നെയും നിങ്ങൾക്ക് ആദ്യം എന്താണ് വേണ്ടത്? മോദി രാജിവെക്ക്, രാജ്നാഥ് സിംഗിൻ്റെ സെക്യൂരിറ്റി വീക്കായി അല്ലെങ്കിൽ അമിത്ഷായുടെ സെക്യൂരിറ്റി ലീക്കായി, ഇതാണ് പറയുന്നത്. അല്ലാതെ സെക്യൂരിറ്റി ലീക്ക് ഇങ്ങനെയുള്ള അറ്റാക്കിൽ യെസ് ഇറ്റ് ഹാസ് ടു ബി ദർ, ദെൻ ഓൺലി ദിസ് വിൽ ഹാപ്പൻ. ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ അതിൻ്റെ മുകളിൽ ഊന്നിപ്പിടിക്കാതെ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം സർ? ലെറ്റ് us all sit together. They all should be that. Now we are together. There is no opposition, no ruling. ഈ 540 പേരും we are all together എന്ന് പറയാതെ അതിൻ്റെ ഉള്ളിൽ കൂടെ പല ഡയലോഗുകളും നിങ്ങൾ പറയുന്നില്ല. സാഫ്രൻ അറ്റാക്ക് ഉണ്ടായിരുന്നു, വാദ്രയൊക്കെ എങ്ങനെയാണ് പറയുന്നത്? ഈസ് നോട്ട് ഈവൻ എ പൊളിറ്റീഷ്യൻ. വി ഹാവൻ കൺസിഡർ ഹിം ആസ് എ പൊളിറ്റീഷ്യൻ ഈവൻ. നിങ്ങൾ വെറും ദാമാത് അവിടെ വന്നിട്ട് ഈ രാജ്യത്തിനെ കുറിച്ചിട്ടുള്ളൊരു ഡയലോഗ് പറയുന്നു എന്ന് പറയുന്ന സമയത്ത് നോ, ആസ് എ നോർമൽ സിറ്റിസൺ വിൽ നോട്ട് അക്സെപ്റ്റ് ദാറ്റ് കൈൻഡ് ഓഫ് എ തിങ്. ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം സെക്യൂരിറ്റി ഇതൊക്കെ നമുക്ക് നോക്കാം, അതിൻ്റെ അന്വേഷണം കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ ആദ്യം ഈ അടിച്ചവനെ തിരിച്ചടിക്കാനുള്ള അത് ഏത് രീതിയിലെന്നുള്ള ഡിപ്ലോമാറ്റിക്കൽ രീതിയിൽ തുടങ്ങി, അതടി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അല്ലാതെ നിങ്ങളൊന്ന് പറയുന്നു എൻ്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങളെല്ലാവരും കൂടെ അടിച്ചെങ്കിൽ നിരപ്പാക്കിയിട്ട് പിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണമെങ്കിൽ ഞാൻ അച്ഛനാന്നും പറയാൻ പറ്റില്ല, ബ്രദറാന്നും പറയാൻ പറ്റില്ല, ഭർത്താവാന്നും പറയാൻ പറ്റില്ല. അപ്പം ഈ നിയന്ത്രണ രേഖ, ഈ ഇപ്പം ലൈൻ ഓഫ് കൺട്രോൾ, അതുപോലെ തന്നെ ഈ ഷിംല ഉപരോധം, ഇതൊക്കെ എങ്ങനെയായിരിക്കും ബാധിക്കുക ഇന്ത്യ? ഷിംല കരാർ ഓൾറെഡി വയലേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു സിൻസ് ഏജസ്. ഷിംല കരാറിലെ മെയിനിൽ എന്താണ്? സീസ് ഫയർ വയലേഷൻ ഉണ്ടാവാൻ പാടില്ലാണ്. എത്ര പ്രാവശ്യം സീസ് ഫയർ വയലേഷൻ പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നു? ഇന്ത്യക്കാരിലല്ലോ ചെയ്തിരിക്കുന്നത്. ഇന്ത്യക്കാർ ഒരിക്കലും, ഇപ്പം നമ്മൾ കോൺഗ്രസ് ഗവൺമെൻറ്റൊക്കെ ഭരിച്ചിരുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ തിരിച്ച് റിട്ടാലിയേറ്റ് പോലും ചെയ്തിട്ടില്ല. കാരണം അത്രയും ഷിംല കരാറിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴത്തെ ഗവൺമെൻറ് അവരുടെ പോളിസി ഇതാണ്, നിങ്ങൾ വയലേറ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് വയലേറ്റ് ചെയ്തോ? അത് ഓരോ ഗവൺമെൻറ്റിൻ്റെ പോളിസീസാണ്. അത് നിങ്ങൾ പെട്രിയോട്ടിസത്തിൻ്റെ ലെവൽ ഓഫ് പെട്രിയോട്ടിസം എന്നുള്ളത് അളക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും. സോ നമ്മൾ എവിടെയാണെങ്കിലും ശരി, അതിപ്പം ഈ ഇങ്ങോട്ടടിച്ച് വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ പോയിട്ട് ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ അത് എപ്പോഴും ഈ ഭീരുക്കളാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കിട്ടേണ്ടത് കിട്ടി, ഇനിയും കിട്ടും. പഴയ കാലമല്ല അത്. പഴയ കാലത്ത് എന്തായിരുന്നു? നമ്മൾ പലതും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. എത്രയോ സമയങ്ങളിൽ ഇവിടെ വന്നിട്ട് പാകിസ്ഥാനി പട്ടാളക്കാർ ഇന്ത്യൻ പട്ടാളക്കാരെ തലവെട്ടി പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ചില ധീരന്മാരായിട്ടുള്ള പട്ടാളക്കാർ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ പോലും മാനിക്കാതെ അപ്പുറത്ത് പോയി കിടന്നിട്ട് അവൻ്റെ സഹോദരനെ കൊന്നു എന്നുള്ളതിൻ്റെ പേരിൽ തലവെട്ടിയിട്ട് വന്നിട്ടുള്ള കേസുകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. 71-ലൊക്കെ അപ്പം ചാന്ത് മലോത്രയുടെ കേസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ
അതിനെപ്പോലും ഗവൺമെൻറ് പറഞ്ഞ് മിണ്ടായിരിക്കുക, നമ്മളവരെ വിഷമിപ്പിക്കരുത്. ആര്? പാകിസ്ഥാന്. സോ അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡൊക്കെ മാറിയിരിക്കുന്നു ഇപ്പോൾ. പിന്നെ ഇതിൻ്റെ വേറെ ഒന്നും കൂടെ പറഞ്ഞാൽ, നേരത്തെ ചോദിച്ച പോലെ 370 ആർട്ടിക്കിളും ഇതുമായിട്ട് എന്താ ബന്ധം എന്നുള്ളത്. 370 ആർട്ടിക്കിൾ വന്നതുകൊണ്ട് കാശ്മീർ അവരുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു. കാശ്മീർ ഇപ്പോൾ ജനങ്ങളുടെ, കാശ്മീരീസിൻ്റെ കയ്യിലാണ്. അവർ മനസ്സിലാക്കി തുടങ്ങി ഇതാണ് ഞങ്ങളുടെ ജീവിതം. കാരണം ഞങ്ങൾക്ക് ഇതുകൊണ്ട് വരുമാനമുണ്ട്, ഞങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുന്നു, നമ്മുടെ കുട്ടികളെ ഹയർ എഡ്യൂക്കേഷൻ പറഞ്ഞയക്കാൻ സാധിക്കുന്നുണ്ട്, പ്രോസ്പെറിറ്റി വരുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന സമയത്ത് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ 370 ആർട്ടിക്കിളിനെ തിരിച്ചവിടെ കൊണ്ടുവരിക്കണമെങ്കിൽ അതാണ് അവരുടെ പറച്ചിൽ. മോദിക്കോ പോലോ എന്താ മോദി ഇറങ്ങിയിട്ട് വേണം. അവർ മറ്റുള്ള ഇപ്പം പാർട്ടീസ് പറഞ്ഞിട്ടുണ്ടല്ലോ 370 ആർട്ടിക്കിൾ ഞങ്ങളെ പവറിലാക്കി കഴിഞ്ഞാൽ 370 ആർട്ടിക്കിൾ നമ്മൾ തിരിച്ച് ലാഗുവാക്കുമെന്നുള്ളത്. വാട്ട് ഈസ് ഇറ്റ് വെൻ ദർ ഈസ് സംതിങ് വിച്ച് ഇസ് ബെനിഫിഷ്യൽ ഫോർ ദ പബ്ലിക്, അതിനെപ്പോലും നിങ്ങൾ പൊളിറ്റിസൈസ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാലേ അറിയുള്ളൂ. ഞാൻ 88 തൊട്ടിട്ട് എനിക്ക് കാശ്മീരുമായിട്ട് പരിചയമുണ്ട്, ഞാനതൊക്കെ കണ്ടിട്ടുള്ളതാണ്. 88 പോയിട്ടുള്ള അതേ സിറ്റുവേഷനിൽ തന്നെയാണ് ഞാൻ ഈ 4-5 വർഷം മുന്നേയും കണ്ടിരിക്കുന്നത്. പല വില്ലേജുകളിലും അവർക്ക് ഇലക്ട്രിസിറ്റി ഇല്ല, വെള്ളമില്ല, ഒന്നുമില്ല. 6 മണിയായി കഴിഞ്ഞാൽ വില്ലേജ് ഡാർക്കാണ്, ഒരു TV പോലും ഓൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർ കിടന്നു തുടങ്ങി അവരുടെ ലൈഫ് അങ്ങനെയായിരുന്നു. ആ ലൈഫാണ് മാറിയിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഇന്ന് ലാൽ ചോക്കിൽ പോവും, അല്ലെങ്കിൽ ശ്രീനഗറിൽ പോവും, രാത്രി മുഴുവൻ ബോംബെ പോലെ തന്നെയാണ്. ലൈറ്റ് മുഴുവൻ കത്തിക്കിടന്ന് അവിടെ ഫുൾ ടൂറിസ്റ്റുകൾ കിടന്ന് ആ ഒരു സിറ്റുവേഷനാണ് ഇവർ ടെററൈസ് ചെയ്തിട്ട് മാറ്റാൻ നോക്കുന്നത്. സോ ദിസ് ഇസ് വാട്ട് ഈസ് 370 ആർട്ടിക്കിളിൻ്റെ കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഇതാണ്. അതിൽ കൂടുതൽ ഇനി എന്ത് പറയാൻ? യു ഗോട്ട് ഓൾ ദിസ് ഇൻ വാട്ട് യു വാണ്ട്. എന്തായാലും പഹൽഗാൻ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരുപാട് സംശയങ്ങളും ആശങ്കകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിഷയത്തെപ്പറ്റി നമ്മളോട് ഇത്ര നേരം സംസാരിച്ചത് സിനിമാ സംവിധായകനും നടനുമെല്ലാമായ മേജർ രവി സാറാണ്. സർ, താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു സർ.